ദിലീഷേട്ട, ഇപ്പോൾ ഭാവന സ്റ്റുഡിയോസിൻ്റെയൊക്കെ തുടക്കം എന്ന് പറയാവുന്ന മഹേഷിൻ്റെ പ്രതികാരം ഇറങ്ങിയിട്ട് 8 വർഷം ആയിരിക്കുന്നു. അപ്പോൾ മഹേഷിൻ്റെ പ്രതികാരം സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരുപാട് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. ഇപ്പോൾ അതിലാണ് ആദ്യമായിട്ട് ഈ ഡീറ്റെയിലിങ്ങിനെ പറ്റിയിട്ടും ബ്രില്യൻസിനെ പറ്റിയിട്ടും പൊളിറ്റിക്കൽ കറക്റ്റേഴ്സിനെ പറ്റിയിട്ടൊക്കെ ആളുകൾ ആദ്യമായിട്ട് ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. ആ സിനിമയുടെ പ്രയോഗങ്ങൾ ഇപ്പോഴും നീ ഒരു സ്ഥലത്ത് നിൽക്കട എന്ന് പറയുന്നതും അല്ലെങ്കിൽ ഇത്ര ചീപ്പാണ് ആർട്ടിസ്റ്റ് ബേബി എന്ന് പറയുന്ന പ്രയോഗങ്ങൾ പോലും ഇന്നും വളരെ റെലവൻ്റ് ആണ്. പ്രകാശ് സിറ്റിയും അല്ലെങ്കിൽ ഫഹദിൻ്റെ ചിരിയും ഒക്കെ ഇന്നും ട്രോളുകളിൽ വരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അന്നേ ഈ പറഞ്ഞ പൊളിറ്റിക്കൽ കറക്റ്റേഴ്സിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ ബ്രില്യൻസിനെ പറ്റിയിട്ടോ ആളുകൾ ചർച്ച ചെയ്യപ്പെടണമെന്നും അല്ലെങ്കിൽ എല്ലാ കാലത്തും റെലവൻ്റ് ആയിട്ട് നിൽക്കണം എന്നുള്ള രീതിയിൽ മഹേഷിൻ്റെ പ്രതികാരത്തിന് വല്ലാത്തൊരു അത്യധ്വാനം നിങ്ങൾ ചെയ്തിരുന്നു ശ്യാം ചേട്ടനും ദിലീഷ് ചേട്ടൻ? ഒരിക്കലുമില്ല. അത് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും നമ്മൾ അങ്ങനെയൊന്നും ആലോചിച്ചിരുന്നില്ല. നമുക്ക് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന തിയേറ്ററിൽ വർക്കാവുന്ന ഒരു സിനിമ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ ആ കഥയോടും അതിലെ കഥാപാത്രങ്ങളോടും ഒക്കെ ഒരു ഫിലിം മേക്കർ എന്ന നിലയിലും റൈറ്റർ എന്ന നിലയിലും ഒക്കെ ഞങ്ങൾ ഏറ്റവും നീതി പുലർത്താൻ ശ്രമിച്ചിരുന്നു. അത് ഏറ്റവും വൃത്തിയായിട്ടിരിക്കണമെന്നും അത് കുറച്ച് ഒതൻറ്റിക്കായി തന്നെ ആ കഥ പറയണം എന്നൊക്കെയുള്ള തോന്നലുണ്ടായിരുന്നു. അല്ലാണ്ട് ഇത് അങ്ങനെ ആവുമെന്നൊന്നും കരുതിയിട്ടല്ലോ നമ്മൾ. പ്രത്യേകിച്ച് അത് അതിൻ്റെ ആദ്യത്തെ സിനിമയാണ്. അത്ര കോൺഫിഡൻസ് ഉള്ളൊരു ഡയറക്ടറൊന്നും അല്ല ഞാനപ്പം അങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെ ഒരു 50 ഓടുന്ന ഒരു പടം എന്ന സങ്കല്പത്തിലാണ് സത്യത്തിൽ ആ പടം ചെയ്തത്. പിന്നീടാണ് അതൊക്കെ ആയത്. ഈ ദിലീഷേട്ടൻ പലതും ചെയ്യുന്നതിൽ ഒരുപാട് ബ്രില്യൻസ് ഉണ്ടെന്നൊക്കെ ഈ സിനിമാ ഗ്രൂപ്പുകളിലൊക്കെ ഒരുപാട് വരും. ഇപ്പോൾ ദിലീഷേട്ടൻ മഹേഷിൻ്റെ പ്രതികാരത്തിൽ ഒരു വോളിബോൾ മുകളിൽ കയറ്റി വെച്ചിട്ടുള്ളത് ഇടുക്കിക്കാരുടെ ഈ വോളിബോൾ ഒരു ബ്രെഡ് ലൈൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറയും. ദിലീഷേട്ടൻ ഒരു ഗ്ലാസ് വെച്ചിട്ട് അതിൽ പകുതി ചായ വെച്ചാൽ അയാളുടെ ജീവിതം സന്തുലിതാവസ്ഥയിലാണെന്നൊക്കെ ആളുകൾ പറഞ്ഞ് കുറിപ്പെടുന്നു. അപ്പോൾ ഈ ബ്രില്യൻസ് ഒരു വലിയ പ്രശ്നമാകാറുണ്ടോ? അത് വിട്ടാൽ നോക്കാം. ഇതൊന്നും ഒരു കാര്യമുള്ള കാര്യങ്ങളല്ല ഇതൊന്നും. ഒരു സിനിമ നന്നാകുക എന്നുള്ളതേ ഉള്ളൂ, അത്രേ ഉള്ളൂ. അതിനകത്ത് ഒരു സാധനം നന്നായി കഴിയുമ്പോൾ ആളുകൾ അതിനെക്കുറിച്ച് പല രീതിയിൽ പറയും. ആ സിനിമ മോശമായി കഴിഞ്ഞാൽ ആളുകൾ അതിനെക്കുറിച്ച് ആ രീതിയിൽ സംസാരിക്കും. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അത് നമ്മുടെ കയ്യിലല്ലതിരിക്കുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സിനിമ ഇപ്പം ഇന്നലെ വരെ ഇപ്പം ഗിരീഷുമായിട്ട് നേരെ സംസാരിക്കും. നമ്മൾ ഈ പ്രേമലു എന്ന് പറയുന്ന പടത്തിൽ ഇന്നലെ വരെ ഞങ്ങൾക്ക് ഇച്ചിരി പണി തീരാൻ ഇച്ചിരി വൈകിയപ്പോൾ നമ്മൾ പറയും. അല്ലെങ്കിൽ തലേദിവസവും റിലീസിൻ്റെ തലേദിവസമൊക്കെയാണ് ഡയറക്ടറും സമാധാനപ്പെടുന്നത് പണി കഴിഞ്ഞിട്ട്. അപ്പം അത്രയേ ഉള്ളൂ അതിനകത്തൊക്കെ കാര്യം. അത് എല്ലാവരും നല്ലതിന് വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത് എന്നുള്ളതേ ഉള്ളൂ. അതിനകത്ത് വലിയ കാര്യമില്ലെന്നാണ് തോന്നുന്നത്. ഒരു സിനിമ അത് ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് പോയി. പിന്നെ അത് പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു ആർട്ട് എന്ന രീതിയിൽ അത് ഓരോരുത്തരും ഓരോ രീതിയിലാണ് ആർട്ടിനെ റീഡ് ചെയ്യുക. അതിനെ അതിൻ്റെ വഴിക്ക് വിട്ടേച്ചാൽ മതി. നമ്മൾ ഉറപ്പായിട്ടും ചിന്തിക്കേണ്ടി വരുമല്ലോ. ഉറപ്പായിട്ടും നമ്മളും കാണുവാണോ ഓക്കെ. അങ്ങനെ കൈവിട്ട അർത്ഥങ്ങളൊക്കെ ഞാൻ സോഷ്യൽ മീഡിയയിലൊക്കെ അവിടെ ഇവിടെ കണ്ടിട്ടുണ്ട്. അതിന് പ്രത്യേകിച്ച് ഞങ്ങൾ അങ്ങനത്തെ ഒരു അല്ല രാശി അല്ല, ഞാൻ അങ്ങനത്തെ സൂപ്പർസ്റ്റിഷനിലൊന്നും വിശ്വസിക്കുന്ന ആളല്ല. രാശി അങ്ങനെയൊന്നല്ല. ഭയങ്കര കംഫർട്ടബിൾ. നല്ല നടനാണെന്ന് നല്ല നടനാണ് അവൻ പ്രൂവ് ചെയ്തിട്ടുള്ളത്. എനിക്കിപ്പോൾ അടുത്ത പടത്തിലും നസലിനെ അഭിനയിക്കാന്നുള്ളത് അതൊരു പ്രശ്നമായിട്ട് എനിക്കും ഫീൽ ചെയ്തിട്ടില്ല. അത് ആർക്കും ഫീലിംഗ് ചെയ്യേണ്ട കാര്യമില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം അഭിനയിക്കാൻ അറിയാവുന്ന ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ഒരാളെ ഒരു സിനിമയിൽ ഇൻക്ലൂഡ് ചെയ്യിക്കുക എന്നുള്ളത് ഒരു പാപവും. അത് 10 സിനിമയിലും അത് ഇപ്പോൾ പ്രിയദർശൻ സാറിൻ്റെ പടത്തിലായാലും സിനിമയിലായാലും അവർക്കൊക്കെ അവരുടെ കംഫർട്ട് സോണിലുള്ള റിപ്പീറ്റഡായിട്ട് വരുന്ന ആക്ടേഴ്സ് ഉണ്ടാവും. എല്ലാവരും ഉണ്ട്. ഇപ്പോൾ സത്യൻ സാറ് എന്നൊക്കെ പറയുന്ന പോലെ അതിനങ്ങനെ കണ്ടാൽ മതി എന്ന് എനിക്ക് അദ്ദേഹത്തെ വെച്ചൊരു സിനിമ ചെയ്തിട്ടുണ്ട്. അത് വരും.